നമസ്കാരം. ഹോളിമാത അക്കാഡമിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നടന്ന കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റഗറി കോഡ് 33/2024. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ സിലബസിൽ പറഞ്ഞ പോലെ മെക്കാനിക്കൽ പോർഷൻസും ഉണ്ട്. ഒരു 38 മാർക്കിന് മെക്കാനിക്കൽ പോർഷൻസും ഉണ്ടായിരുന്നു. ബാക്കി മാർക്ക് സിവിൽ ആണ്, മേജർ പോർഷൻ സിവിൽ ആണ്. അപ്പോ ഇവിടെ നമുക്കൊരു 62 ക്വസ്റ്റ്യൻ 1 to 62 സിവിലിന്റെ പോർഷൻ ആണ്. ആ പോർഷൻ ആണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. 63 to 100 നമ്മുടെ മെക്കാനിക്കൽ ഫാക്കൽറ്റി ആയ ശ്രീപതി സാറ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സിവിൽ ക്വസ്റ്റ്യനിലേക്ക് ഡിസ്കഷനിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് BS കോഡ് ഇസ് റെക്കമെൻഡഡ് ഫോർ ഫോൾഡിംഗ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ കോഡ് പഠിക്കുമ്പോൾ എന്താ പഠിക്കുക? 11664 ഡ്രോയിങ്ങിന്റെ ഫോൾഡിങ്ങിന്റെ കോഡാന്ന് പഠിക്കും. പക്ഷെ ഇവിടെ എല്ലാ ഓപ്ഷനും നോക്കിക്കഴിഞ്ഞാൽ 11664 ആണ്. ആകെ വ്യത്യാസം വന്നത് ഇയർ ആണ്. അപ്പൊ ഇയറും കൂടി പഠിച്ചവർക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. എന്താണ് കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. ഫോൾഡിങ് 11664 ആണ് കോഡ് എന്ന് പറഞ്ഞില്ലേ? 86 ആട്ടോ ആൻസർ. 11664 1986 ആണ് നമ്മുടെ ഫോൾഡിങ്ങിന്റെ കോഡ്. അപ്പൊ നമുക്ക് ഇനി കോഡ് പഠിക്കുമ്പോൾ ഇയറും കൂടി പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രിംഡ് സൈസ് ഓഫ് A1 ഡ്രോയിങ് ഷീറ്റ്. അത് നമുക്ക് 594/841 ആണ് A1ന്റെ ട്രിംഡ് സൈസ്. ട്രിംഡ് സൈസും ഉണ്ട്, അൺട്രിംഡ് സൈസും ഉണ്ട്. പക്ഷെ ഇത്തവണ ട്രിംഡ് സൈസ് ആണ് ചോദിച്ചത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ വന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രേഡ് ഇസ് യൂസ് ഫോർ ഷെയ്ഡിങ്? അപ്പൊ പല ഗ്രേഡ് പെൻസിൽ നമ്മൾ പല പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? ഷെയ്ഡിങ് യൂസ് ചെയ്ത് ഗ്രേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബി ആണ് നമ്മൾ ഷെയ്ഡിങ്ങിന് ഗ്രേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് എ സെക്ടർ? സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 2 റേഡിയസ് ഒരു ആർക്ക് ഉള്ള ഒരു സർക്കിളിന്റെ ഒരു പോർഷൻ അല്ലേ സെക്ടർ എന്ന് പറയുന്നത്. സെക്ടർ എന്താ? എ പാർട്ട് ഓഫ് സർക്കിൾ ബൗണ്ടഡ് ബൈ 2 റേഡിയൈ മീറ്റിംഗ് അറ്റ് ആൻ ആംഗിൾ ആൻഡ് ആൻ ആർക്ക്. 2 ആംഗിളിൽ റേഡിയസ് മീറ്റ് ചെയ്യും, അപ്പുറത്ത് ഒരു ആർക്കും ഉണ്ട്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ വിച്ച് ഇസ് മോർ ദാൻ 180 ഡിഗ്രി. മോർ ദാൻ 180 ഡിഗ്രി. സ്ട്രേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഉള്ളത്. കോംപ്ലിമെന്ററി ആൻഡ് സപ്ലിമെന്ററി ആംഗിൾ എന്താ? 180. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ആംഗിൾ ഈക്വൽ ടു 180 സപ്ലിമെന്ററി, സം ഓഫ് ദ ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി ആണ് കോംപ്ലിമെന്ററി. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? ആംഗിൾ മോർ ദാൻ 180 ഡിഗ്രി ആണ്, റിഫ്ലക്സ് ആംഗിൾ ആണ് കറക്റ്റ് ആൻസർ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് റോംബസ്? റോംബസിനെ പറ്റി 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. റോംബസ് എന്താ? ആക്ച്വലി ഫോർ സൈഡഡ് ഫിഗർ ആണ്. എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഈക്വൽ. പിന്നെന്താ? 2 ഡയഗണൽ ഉണ്ട്. 2 ഡയഗണൽ അൺഈക്വൽ ആണ്, പക്ഷെ അവര് ഇന്റർസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. നമുക്ക് ഓപ്ഷൻ വായിച്ചു നോക്കിയാലോ. ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ദ 4 ആംഗിൾസ് ആർ ഈക്വൽ. 4 ആംഗിൾസ് ഈക്വൽ വന്നത് റോംബസ് അല്ല. അപ്പൊ അടുത്ത ഓപ്ഷൻ ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ ബട്ട് ഓൺലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഡയഗണൽസ് ആർ ഈക്വൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഡയഗണൽസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ ബട്ട് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ 1 and 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ലെങ്ത് ടു ഹൈറ്റ് റേഷ്യോ ക്ലോസ്ഡ് ഫിൽ ആരോ ഹെഡ്. 7th ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ആരോ ഹെഡിന്റെ ലെങ്ത് ഇസ് ടു ഹൈറ്റ് റേഷ്യോ ആണ്. അപ്പൊ ലെങ്ത് ആരോ എങ്ങനെയാണ് നിൽക്കുന്നത്? ലെങ്ത് കൂടുതൽ വിഡ്ത് കുറവ്. അപ്പൊ 3:1 എന്ന റേഷ്യോ ആണ് നമ്മൾ ലെങ്ത് ഇസ് ടു ഹൈറ്റ് റേഷ്യോ ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 8th ക്വസ്റ്റ്യൻ, ഇൻ ഡ്രോയിങ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ. ബേസിക് ആയിട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ കാര്യം പറയുന്നതാണ്. ലെറ്റേഴ്സും നമ്പേഴ്സും അതിന്റെ ഹൈറ്റ് വെച്ചിട്ടാണല്ലോ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 9th ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ എന്നുള്ളതാണ്. ദ മെത്തേഡ് ഓഫ് ഡ്രോയിങ് 2 or more views of an object on a drawing sheet. രണ്ടിൽ കൂടുതലോ വ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതെന്താ? മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. അതിലെന്താ വരുന്നത്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി 10th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എൻലാർജിങ് സ്കെയിൽ? അപ്പൊ എൻലാർജിങ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ വലുതാക്കി വരയ്ക്കുന്നതല്ലേ. ഓക്കെ, ഇനി ഓപ്ഷൻ എ 1:1. അതെന്താ? അതൊരു ഫുൾ സ്കെയിൽ ആണ്, അത് എൻലാർജിങ് സ്കെയിൽ അല്ല. ഓക്കെ, ഇനി 12:2 അത് ശരിക്കും പറയുമ്പോൾ 6:1 അതൊരു എൻലാർജിങ് സ്കെയിൽ ആണ്. 2:10 എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് സ്കെയിൽ ആണ് അല്ലെ. 1:5 എന്നുള്ള റേഷ്യോ വരും. ഇനി 1:0.2 അതൊരു എൻലാർജ് സ്കെയിൽ ആണ് കേട്ടോ. അത് നമ്മുടെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5:1 അത് എൻലാർജ് സ്കെയിൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷൻ സിയും പറയാം.
PSC എന്ത് കീ ആണ് വന്നതെന്ന് നമുക്ക് പ്രൊവിഷണൽ വരുമ്പോൾ നോക്കാം. ഫൈനൽ ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓഫ് കോഴ്സ് 1:1 ലാർജ് സ്കെയിൽ അല്ല, പിന്നെ 2:1 എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സ്കെയിലും ആണ്. ഇനി 11th ക്വസ്റ്റ്യൻ 5 ന്യൂട്ടൺ എത്ര ഡൈൻ ആണെന്നാണ് ചോദ്യം. നമുക്കറിയാം 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵5 ഡൈൻസ് ആണ്. അപ്പൊ 5 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എന്താ 5 × 10⁵5 ടൈംസ്. അതായത് ഓപ്ഷൻ ഡി ആണ് 11th ആൻസർ. ഇനി 12th ക്വസ്റ്റ്യൻ മോട്ടോർ വെഹിക്കിൾ കവേഴ്സ് 100 meters in 6 seconds. അപ്പൊ ഇവിടെ എന്താ തന്നേക്കണേ 100 meter 6 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തു. അപ്പൊ വെലോസിറ്റി എന്താ 100/6 meter/second. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി കിലോമീറ്റർ ഇറ്റ് വിൽ റൺ ഇൻ 1 hour. ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റേഴ്സ് നീങ്ങും? ഇപ്പൊ ചുമ്മാ നമ്മുടെ ഈ meter/second kilometer/hourലേക്ക് കൺവേർട്ട് ചെയ്താൽ മതിയല്ലോ. ഈ 100/6 ഇൻറ്റു 18/5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. 60 km/h. ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ കവർ ചെയ്യും. ഈ 13th ക്വസ്റ്റ്യൻ a perimeter of equilateral triangle having side 45 mm long. അപ്പൊ equilateral triangle ആണ്, 3A ആണ് നമ്മുടെ പെരിമീറ്റർ വന്നത്. 45 ഇൻറ്റു 3 ചെയ്താൽ മതി, 135 mm. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി പെരിമീറ്റർ ഓഫ് ദ സെക്ടർ ഓഫ് ദ സർക്കിൾ റേഡിയസ് 7 cm ആൻഡ് ആർക്ക് ലെങ്ത് 14.7 cm. ഇവിടെ എന്താ ചോദിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ടറിന്റെ പെരിമീറ്റർ ആണ് ചോദിച്ചേക്കണത്. റേഡിയസും തന്നിട്ടുണ്ട്, ആർക്ക് ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം പെരിമീറ്റർ ഇസ് ഇക്വൽ ടു L+2R അല്ലെ. L+2R ആണ് ഇതിന്റെ പെരിമീറ്റർ ആയിട്ട് വന്നത്. അപ്പൊ ഇവിടെ R ആണ് 7, 2R എന്ന് പറയുമ്പോൾ 14 ആണ്. ഈ 14 + 14.7 ചെയ്യുമ്പോൾ നമുക്ക് 28.7 cm ആണ് പെരിമീറ്റർ എന്ന് കിട്ടണം. ഇനി 15th ക്വസ്റ്റ്യൻ വോളിയം ഓഫ് പ്രിസം ഇസ്. വോളിയം എന്ന് പറയുന്നത് പ്രിസത്തിന്റെ വോളിയം എന്താ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ. അതാണ് ഇവിടെ ബേസ് സൈഡ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 16th ക്വസ്റ്റ്യൻ വോളിയം ഓഫ് സോളിഡ് കോൺ ഓഫ് 10 cm ബേസ് ഡയ ആൻഡ് 30 cm ഹൈറ്റ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ വോളിയം ഓഫ് ദ കോണ്ട് ഇക്വേഷൻ എന്താ 1/3 πr²h. നമ്മൾ നേരെ πr²h π ഇൻറ്റു 10² ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3000 π എന്ന് ആൻസർ കിട്ടും. പക്ഷെ അതല്ല ഇവിടുത്തെ കറക്റ്റ് ആൻസർ 250 π ആണ് ആൻസർ. കാരണം എന്താ റേഡിയസ് 5 cm ആണ്, ബേസ് ഡയ ആണ് ഇവിടെ തന്നേക്കുന്നത്. πr²h 1/3 πr²h നമ്മൾ 6 ഇട്ട് ചെയ്യുമ്പോൾ 5 6 5 5² 25 25 ഇൻറ്റു 30 അതിന് 1/3 കട്ട് ചെയ്ത് നമുക്ക് പൈ ഒന്നും ചെയ്യണ്ട, കാരണം ഓപ്ഷൻസിൽ പൈ ഒക്കെ ഉണ്ട് അല്ലോ. അപ്പോ നമ്മുടെ 5² ഇൻറ്റു 10 പൈ എന്ന് കിട്ടും. 5² എന്താ 25, 250 പൈ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PROM. PROM-ന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചത്. ഇതെന്താ ഇത് ഡൗട്ട് തോന്നുന്നു? ഇല്ല. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് പ്രോമിന്റെ ഫുൾ ഫോം കേട്ടോ. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇനി നമ്മുടെ ഓട്ടോകാഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഷോർട്ട് കട്ട് കീ ഇസ് യൂസ്ഡ് ടു ക്ലോസ് കറന്റ്ലി ആക്റ്റീവ് പ്രോഗ്രാം? Alt + F4, ARU, Ctrl+X, ATE. ഈ ARU ATE ഒക്കെ നമുക്ക് ഡൗട്ട് തോന്നാം. എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, Alt + F4 ക്ലോസ് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. ഇനി 19th ക്വസ്റ്റ്യൻ വിച്ച് ഷോർട്ട് കട്ട് കീ ഇസ് യൂസ്ഡ് ടു കട്ട് ദ സെലക്ട് ഐറ്റം? കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചെങ്ങനെ Ctrl+X ആണ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ. 20th ക്വസ്റ്റ്യൻ വിച്ച് ടൂൾ ഇസ് പ്രസന്റ് ഇൻ നാവിഗേഷൻ ബാർ? ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നാം. മോഡൽ ബട്ടൺ, മിറർ, കോപ്പി, റൊട്ടേറ്റ്. പക്ഷെ നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മിറർ, കോപ്പി, റൊട്ടേറ്റ് ഒക്കെ മോഡിഫൈഡ് കമാൻഡ്സിൽ വന്നതാണ്. നമുക്ക് ഓപ്ഷൻ എ ആയിട്ട് തന്നെ മോഡൽ ബട്ടൺ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ഇനി 21st ക്വസ്റ്റ്യൻ വിച്ച് ടൂൾ ഇസ് യൂസ് ടു മാഗ്നിഫൈ എ പാർട്ട് ഓഫ് ഡ്രോയിങ്? നമ്മൾ സൂം ആണല്ലേ മാഗ്നിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ വന്നത്. ഓപ്ഷൻ സി സൂം. ഇനി വിച്ച് ഫംഗ്ഷൻ കീ ഇസ് യൂസ് ടു ടോഗിൾ ബിറ്റ്വീൻ സ്നാപ്പ് മോഡ് ഓൺ ഓർ ഓഫ്? സ്നാപ്പ് നമ്മൾ 7, 8, 9 പഠിച്ചിട്ടില്ലേ? ഗ്രിഡ്, ഓർത്തോ, സ്നാപ്പ്. 7 ഗ്രിഡ്, 8 ഓർത്തോ, 9 സ്നാപ്പ്. എപ്പോഴും സ്ഥിരമായിട്ട് PSC ഈ 3 എണ്ണം മാറി മാറി ചോദിക്കാറുണ്ട്. ഇനി 23 വിച്ച് കമാൻഡ് ഇസ് യൂസ് ടു ഡ്രോ പാരലൽ ലൈൻസ്? പാരലൽ ലൈൻസ് വരയ്ക്കാൻ എന്താ? ഇതും സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓഫ്സെറ്റ് ആണ് ആൻസർ വന്നത്. ഇനി 24 what shortcut key is used to select all the tests? select all ന് യൂസ് ചെയ്യുന്ന ഷോർട്ട്കട്ട് കീ ആണ് ചോദിച്ചത്. Ctrl+A ആണ് കറക്റ്റ് ആൻസർ. ഇനി 25 the error is measured in the length due to incorrect holding of chain. ചിലർക്കെങ്കിലും ഇത് ഡൗട്ട് ആണ്, ക്യുമുലേറ്റീവ് ആണോ കോമ്പൻസേറ്റീവ് ആണോ? പക്ഷെ നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ കോമ്പൻസേറ്റിംഗ് എറർ ആണ്. ഓക്കെ. 26 the method of leveling adopted to determine the difference in level between the points when it is not possible to set up the level in the midway between them. ഇടയ്ക്ക് നമുക്ക് ലെവൽ വെക്കാൻ പറ്റാത്ത കേസ്, അതിന്റെ എക്സാമ്പിൾ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്?
റിവറിന്റെ കേസാണ് പഠിച്ചേക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെസിപ്രോക്കൽ ലെവലിംഗ് അല്ലെ അവിടെ ചെയ്യുന്നത്. ഇടയ്ക്ക് നമുക്ക് ലെവൽ മിഡ് വേ വെക്കാൻ പറ്റാത്ത കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെവലിംഗ് ആണ് റെസിപ്രോക്കൽ ലെവലിംഗ്. ഇനി 27, വിച്ച് മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് ഇൻആക്സസിബിൾ ഒബ്ജക്ട്, ബ്രോക്കൺ ബൗണ്ടറീസ്, പിന്നെ ഉണ്ടല്ലോ റിവേഴ്സ് എക്സെട്ര. ഇതെന്ത് ബേസിക് ഡെഫിനിഷൻ അല്ലേ പ്ലെയിൻ ടേബിളിൽ ഇന്റർസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇന്റർസെക്ഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് plotting inaccessible object, broken boundaries, river, etc. Option D is the correct answer. ഇനി whole circle bearing of the two lines PQ and PR is 40 degree and 160 degree respectively. Their included angle is. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നമ്മുടെ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വന്നത്. 165 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. രണ്ട് സൈഡ് ഒറ്റ ഇതായതുകൊണ്ട് നമുക്ക് ഗ്രേറ്റർ മൈനസ് സ്മോൾ 165 മൈനസ് 40 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടും കേട്ടോ. അത് ചെയ്യുമ്പോൾ നമുക്ക് 125 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി കോണ്ടൂറിലെ ചോദ്യം. ഇഫ് ദ സീരീസ് ഓഫ് കോണ്ടൂർ ലൈൻസ് ഓഫ് ദ മാപ്പ് റെപ്രസെന്റ്സ് ഡാഷ്, ഇഫ് the series of contour closed lines represents dash if the higher values are inside. Higher values ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർ ലൈൻസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഹയർ വാല്യൂ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, ഹില്ലാണ് വരുന്നത്. ഓക്കെ, ഇനി 30th question. When the angular and linear measurements are equally precise in traversing, the balancing is done by. രണ്ടും equally precise ആണെന്ന് നോക്കിയിട്ടുണ്ട്. both for Bordich rule എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ Bordich rule ആണ് correct answer. 31st question. Leveling, the correction for curvature in meters is equal to. correction curvature നമ്മൾ 0.0785 d square എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ തെറ്റിക്കാനായിട്ട് ഇവിടെ ഓപ്ഷനിൽ ഒരു 0.0 കൂടി കൂട്ടി ഓപ്ഷൻ എ തന്നിട്ടുണ്ട്. പക്ഷെ ആക്ച്വൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0.0785 d square ആണ്, ഓപ്ഷൻ ഡി. ഇനി 32. Remote sensing techniques are being usefully employed for this purpose. For the purpose of remote sensing എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ചോദ്യമുള്ളത്. ഓപ്ഷൻ എ improving natural resource management, option B land use, option C protection of the environment, option D all of this. നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം അല്ലെ. ലാൻഡ് സർവേ, റിമോട്ട് സർവിങ്ങിന് എല്ലാത്തിനും യൂസ് ചെയ്യാം കേട്ടോ. all of this ആണ് ആൻസർ. നെക്സ്റ്റ് ലെവലിംഗിലുള്ള ഒരു പ്രോബ്ലം ആണ്. The back side of the reading on the benchmark for the reduced level 100 is 2.005 and the foresight reading of the point is 1.680. ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ട്, ബാക്ക് സൈറ്റ് തന്നിട്ട്, ഫോർസൈറ്റ് തന്നിട്ട്. റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുക. സിമ്പിൾ ഇക്വേഷൻ അല്ലേ. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്താ 100 പ്ലസ് 2.005, അതായത് 102.005 മീറ്റർ ആണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. ഫോർസൈറ്റ് എന്താ മൈനസ് സൈറ്റ് അല്ലേ. അപ്പൊ ഫോർസൈറ്റും കൂടി മൈനസ് ചെയ്യുക. നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി 34ല് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പോളിമിനറലിക് റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിച്ച പോളിമിനറൽ റോക്ക് ഏതാ? നമ്മള് ഇഗ്നിയസ് റോക്ക് എന്നും പറഞ്ഞിട്ട് പഠിച്ചല്ലേ. ഗ്രാനൈറ്റ് ആണ് നമ്മൾ പഠിച്ച പോളിമിനറൽ റോക്ക്. പക്ഷെ PSC തവണ എന്ത് ചോദിച്ചു? ഗ്രാനൈറ്റ് ഇല്ല. എന്തൊക്കെയുണ്ട് ഓപ്ഷനിൽ? ക്വാർട്സ് സാൻഡ്, ബസാൾട്ട്, മാഗ്നസൈറ്റ്, നൺ ഓഫ് ദിസ് എന്നുള്ളത്. അപ്പൊ ഇതിലെ ഓപ്ഷൻസില് ക്വാർട്സ് സാൻഡ് എന്ന് പറയുന്നത് മോണോമിനറൽ റോക്ക് ആണ്. സിലിക്കൺ ഡയോക്സൈഡ് ആണ് ഇതിനകത്തുള്ളത്. മാഗ്നസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ, മാഗ്നീഷ്യം കാർബണേറ്റിന്റെ ഒരു മോണോമിനറൽ റോക്ക് ആണ്. ബസാൾട്ടിന് രണ്ട് പേര് പറയുന്നുണ്ട്, പാജിയോക്ലേസും പൈറോക്സീനും. അപ്പോ പ്രോബബിലി അവര് തന്നെ രണ്ടുപേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ പോളിമിനറലിക് റോക്ക് എന്ന് പറയാം. അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ബസാൾട്ട് ആണ് കേട്ടോ. നൺ ഓഫ് ദിസ് ഉണ്ട്, പക്ഷെ നമുക്ക് തൽക്കാലം ബസാൾട്ട് ആണ് എക്സ്പെക്ട് ചെയ്ത് വെക്കാം. ഇനി ആസ് പെർ 35, ആസ് പെർ 1077/1970 മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക്. നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. ക്ലാസ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്? മിനിമം സ്ട്രെങ്ത് എത്ര വേണം? 3.5 Newton per mm square എങ്കിലും വേണം. ഇനി 36. Which one of the following line is used for white washing and plastering the wall? വൈറ്റ് വാഷിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാറ്റ് ലൈം ആണല്ലേ. അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കേ. ഹൈ കാൽഷ്യം ലൈം ഉണ്ട്, റിച്ച് ലൈം ഉണ്ട്, വൈറ്റ് ലൈം ഉണ്ട്, ഓൾ ഓഫ് ദിസ് ഉണ്ട്. ഫാറ്റ് ലൈം, വൈറ്റ് ലൈം ആണെന്ന് നമുക്കറിയാം. പക്ഷെ എന്താ, ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. എല്ലാം ഫാറ്റ് ലൈമിന്റെ വേറെ വേറെ പേരാണ്. ഹൈ കാൽഷ്യം ലൈം, റിച്ച് ലൈം, വൈറ്റ് ലൈം. ഇത് നമ്മൾ വൈറ്റ് വാഷിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി 37. The materials which is retained on BIS test seed number dash is termed as coarse aggregate. Coarse aggregate ന്റെ മാർജിൻ എന്താ? 4.75 mm അല്ലെ. 4.75ന് റീറ്റെയിൻ ചെയ്യുന്നത് കോഴ്സ് അഗ്രിഗേറ്റ്, 4.75 mm താഴെയുള്ളത് ഫൈൻ അഗ്രിഗേറ്റ്. അപ്പൊ ഈ 4.75 mm എന്തിന്റെ സെയിം നമ്പർ ആണ് ഇവിടെ ചോദിച്ചേക്കണം.
ഇത് 480 എന്നുള്ളത് 4.75 mm സൈസിന്റെ സ്ലീവ് നമ്പറിന്റെ പേരാട്ടോ. അപ്പൊ 37 ബോക്സ് ആണ് ആൻസർ. ഇനി 38 കപ്പിൾ ക്ലോസ് റൂഫ് ഈസ് യൂസ്ഡ് ഫോർ എ സ്പാനർ. കപ്പിൾ ക്ലോസ് റൂഫ് എന്താ 3.6 മീറ്റർ അല്ലേ, നമ്മൾ സ്ഥിരം കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് സ്പേസിംഗ് ഓഫ് ജോയിസ്റ്റ് ഇൻ ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോറസ്. അപ്പൊ ഇതെന്ത് പറയും നമുക്ക്? സ്പേസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നിമ്മിയിലും രംഗോല ടെക്സ്റ്റിലും പറയുന്നുണ്ട്. ഫില്ലർ ജോയിസ്റ്റിന്റെ സ്പേസിംഗ് 60 to 90 സെന്റിമീറ്റർ എന്ന് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഫോൾ ചെയ്യുന്ന ഒരു റേഞ്ച് ആയിട്ട് നമുക്കൊരു 40 to 90 സെന്റിമീറ്റർ 40 to 90 സെന്റിമീറ്റർ ആണ് പ്രോബബിൾ കീ ആയിട്ട് വരാൻ പറ്റുന്നത്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സ്പേസിംഗ് ഓഫ് ദ ജോയിസ്റ്റ് ഇൻ ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ എന്നുള്ളത് മാക്സിമം സ്പേസിംഗ് 90 സെന്റിമീറ്റർ. അത് നമുക്ക് ബോക്സ് ആയിട്ട് നമുക്ക് പറയാം. ഇനി 40th ക്വസ്റ്റ്യൻ തിക്നെസ് ഓഫ് ഗ്ലാസ് ഫോർ സ്ട്രക്ചറൽ ഗ്ലാസ് ഫ്ലോറിംഗ് ഈസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ടൈൽ ആൻഡ് സ്ലാബ് ഇസ്. അതായത് ഗ്ലാസ് ഫ്ലോറിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറൽ ഗ്ലാസിന്റെ തിക്നെസ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താ പറയാ? ആൻസർ 12 to 30 mm. ബി സി പുന്മയുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. തിക്നെസ് 12 to 30 mm ആണ് നമ്മുടെ തിക്നെസ് ഓഫ് ദ ഗ്ലാസ് ഫോർ സ്ട്രക്ചറൽ ഗ്ലാസ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ബോണ്ട് ഇസ് യൂസ്ഡ് ഫോർ ഓർണമെന്റൽ പാനൽ ഇൻ ബ്രിക്ക് ഫ്ലോറിംഗ്. ഓക്കെ, ബ്രിക്ക് ഫ്ലോറിംഗിന്റെ കേസിൽ ഓർണമെന്റൽ ആയിട്ട് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ റേക്കിംഗ് ബോണ്ട്, സിക്സാഗ് ബോണ്ട്, ഹെറിംഗോൺ ബോണ്ട്, ടച്ച് ബോണ്ട്. ടച്ച് ബോണ്ട് എന്തായാലും ആവില്ല, അതൊരു വോളിന് ചെയ്യുന്ന ഒരു ബോണ്ടാണ്. ബ്രേക്കിംഗ് ബോണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ ആണല്ലോ നമ്മുടെ സിക്സാഗും ഹെറിംഗ് ബോണ്ടും. ഈ രണ്ട് കേസിലും നമ്മൾ ഓർണമെന്റൽ പ്ലാനിങ് ആയിട്ട് പറയുന്നുണ്ട്. പുന്മയുടെ ടെക്സ്റ്റിലും സിക്സാഗിലും പറയുന്നുണ്ട് ഓർണമെന്റൽ പ്ലാനിങ് ആയിട്ടും ഹെറിംഗ് ബോണ്ട് പ്ലാനിങ് ആയിട്ടും. അപ്പൊ നമുക്ക് ഇത് PSCയുടെ കീ വന്നിട്ട് ഏതാണ്, സിക്സാഗ് ആണോ ഹെറിംഗ് ബോണ്ട് ആണോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫൈനൽ കീ വന്നിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താ 42 എമൽഷൻ പ്ലെയിൻസ് ഡ്രൈസ് ക്വിക്ലി ഇൻ അബൌട്ട്. അപ്പൊ എമൽഷൻ പെയിന്റിന്റെ ഡ്രൈയിങ് പീരീഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഒരു 1 to 2 hours നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ 1.5 to 2 hours ആണ് ഓപ്ഷൻ വന്നേക്കുന്നത് കേട്ടോ. 42A ആണ് ആൻസർ. ഇനി 43 ഡാഷ് ടെർമൈറ്റ് കനോട്ട് സർവൈവ് ഓർ ലീവ് വിത്തൗട്ട് മെയിൻറ്റെയിനിങ് എ കണക്ഷൻ വിത്ത് ദ സോയിൽ. അതായത് സോയിൽ ആയിട്ട് കണക്ഷൻ ഉള്ള ടൈപ്പ് ഓഫ് ടെർമൈറ്റിന്റെ പേരാണ് പറഞ്ഞേക്കുന്നത്. വൈറ്റ് ആൻഡ് ഡ്രൈവുഡ്, സബ്ടെറേനിയൻ, നോൺ സബ്ടെറേനിയൻ. അപ്പൊ നമുക്ക് ഇതിലെ സബ്ടെറേനിയനും നോൺ സബ്ടെറേനിയൻ എന്നുള്ള പേര് നമുക്ക് മനസ്സിലാവും അല്ലെ. അത് മണ്ണിലും വെള്ളമൊന്നും ഇല്ലാതെ അതിന് ജീവിക്കാൻ പറ്റില്ല. നോൺ സബ്ടെറേനിയൻ എന്താ പറയുന്നത്? നമ്മൾ വുഡ് ഡസ്റ്റിംഗ് എന്നൊക്കെ പറയും. ഇപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 44 dash is prepared on the basis of plinth area of the building, the rate being deducted from the cost of similar building having similar specification, height and construction in a locality. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്താ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഡാഷ് ഇസ് പ്രിപ്പയർഡ് ഓൺ ദ പ്ലിന്ത് ഏരിയ ബേസിസ് ഓഫ് ദ ബിൽഡിംഗ്. അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. പ്ലിന്ത് ഏരിയ ബേസ് ചെയ്ത് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി 45 ഇൻ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് പ്രൊവിഷൻ ഫോർ കണ്ടീജൻസീസ് ഇസ് യൂഷ്വലി. സാധാരണ നമ്മൾ പറയുന്ന ഡീറ്റെയിൽ എസ്റ്റിമേറ്റില് കണ്ടീജൻസീസ് എത്രയാ 3 to 5%. വേറെ ഓപ്ഷൻ നമുക്ക് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിലെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡൗട്ട് വന്ന 3 to 5% ആണ് കറക്റ്റ് ആൻസർ. ഇനി 46 ദ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഫോർ AC ഷീറ്റ് റൂഫിംഗ്. റൂഫിംഗ് എന്ത് പറഞ്ഞാലും നമ്മൾ എന്താ പറയുന്നത്? റൂഫിംഗിനെല്ലാം മീറ്റർ സ്ക്വയർ ഏരിയയുടെ ബേസിസിലാണല്ലേ നമ്മൾ പേയ്മെന്റ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 47 ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ ദ വാല്യൂ വിത്ത് ഏജ് ഓഫ് ദ പ്രോപ്പർട്ടി. റിഡക്ഷൻ ഇൻ ദ വാല്യൂ എന്താ ആൻസർ? ഡിപ്രീസിയേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി വർക്ക് കോസ്റ്റിംഗ് ലെസ് ദാൻ 20,000 ഇസ് ടേംഡ് ആസ്. 20,000 താഴെയുള്ള വർക്കിനൊക്കെ നമ്മൾ എന്താ പറയാ? പെറ്റി വർക്ക് എന്നാണല്ലേ പറയുന്നത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി 49 വിച്ച് ക്ലാസിഫിക്കേഷൻ ഡസ് ദ റോ ഓഫ് ബിൽഡിംഗ് കംസ്? റോ ഓഫ് ബിൽഡിംഗ് എന്നുള്ളത് ഏത് കാറ്റഗറിയിലാണ് വന്നത്? റെസിഡൻഷ്യൽ ബിൽഡിംഗിലാണല്ലേ റോ ഓഫ് ബിൽഡിംഗ്. എന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് സൈഡ് സെറ്റ് ബാക്ക്, ഹൈറ്റ്, നോട്ട് ബോർ ബാൻ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും റോ ഓഫ് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് എന്താ? റെസിഡൻഷ്യൽ ബിൽഡിംഗിലാണ് പറയുന്നത്. ഇനി 50th ക്വസ്റ്റ്യൻ നമ്മുടെ ബൈലോയില് ഐടി ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തല്ല മാക്സിമം കവേർഡ് ഏരിയ ഓഫ് ആൻ ഇൻഡസ്ട്രീസ്. അപ്പോ രണ്ട് ടൈപ്പ് ഇൻഡസ്ട്രി, പിന്നെ കവറേജിനും വേറെ ടേബിൾ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഐടി ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു വാല്യൂ തന്നിട്ടുണ്ടല്ലോ, നോട്ട് മോർ ദാൻ 60% എന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആട്ടോ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. PSC ഈ നമുക്ക് നോക്കാം, പക്ഷെ പ്രോബബ്ലി നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വന്നിട്ടുള്ളതും കറക്റ്റ് ആൻസറും 60% ഓഫ് സൈറ്റ് ഏരിയ എന്നുള്ളതാണ്. ഇനി 51 വാട്ട് ഇസ് ദ അതർ നെയിം ഓഫ് സർക്കുലേഷൻ ഇൻ ദ സെയിം ഫ്ലോർ? സെയിം ഫ്ലോറിലെ സർക്കുലേഷന് നമ്മൾ എന്താ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്നല്ലേ പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 52 ദ പ്ലേസിംഗ് ഓഫ് വേരിയസ് റൂഫ് ഓർ യൂണിറ്റ് ഓഫ് സ്ട്രക്ചർ in proper correlation of their function
ആൻഡ് ഇൻ ഡ്യൂ പ്രോക്സിമിറ്റി വിത്ത് ഈച്ച് അതർ. രണ്ട് റൂം തമ്മിലുള്ള സംഭവങ്ങൾ അല്ലേ, അതൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഗ്രൂപ്പിംഗ് ആണ് ആൻസർ. ഇനി 53. What is the printed list of various rate of various items of work maintained by engineering department? Schedule of rate. Schedule of rate ആണ് correct answer. Option D ആണ് correct. ഇനി 54. The intensity of the pressure for fluid at rest is equal in all direction. This fact is known as. ഇതൊരു റൂൾ ആണ്, ലോ ആണ്. ആ ലോ ആരാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇത് പാസ്കൽ ലോ ആണ്. പാസ്കൽ ലോയുടെ ഡെഫിനിഷൻ ആണ് എന്താ, ഈ പാസ്കൽ ലോ സ്റ്റേറ്റ് ദാറ്റ് ഇന്റൻസിറ്റി ഓഫ് ദ പ്രഷർ ഫോർ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി കാണാം. ഇനി 55. A manometer is used to measure. മാനോമീറ്റർ പ്രഷർ മെഷർ ചെയ്യാനാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ? അല്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ ബാരോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പ്രഷർ ഇൻ പൈപ്സ് ആൻഡ് ചാനൽ PYQ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് 2-3 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 56. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ SI യൂണിറ്റ്. സ്പെസിഫിക് വെയിറ്റ് ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. Newton/m³ ആണ് നമ്മുടെ യൂണിറ്റ് വന്നത്. അപ്പോ 1000 അല്ല, 1000 ഡെൻസിറ്റി ആണ്. kg/m³ 1000 വന്നത്. അപ്പോ 1 കിലോഗ്രാം ഫോഴ്സ് എത്ര ന്യൂട്ടൺ ആണ്? 9.81 ന്യൂട്ടൺ ആണ്. അപ്പൊ 9810 Newton/m³. ഹലോ, 9.81 × 10⁻³ Newton/m³ എന്നാണ് നമുക്ക് ആൻസർ വന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 57. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ റിജിഡ് ഡാം? അപ്പൊ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷനിൽ റിജിഡ് ഡാം, നോൺ റിജിഡ് ഡാം എന്നൊക്കെ നമ്മൾ ഇറിഗേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഐഡിയ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താ, കോൺക്രീറ്റ്, റോക്ക് ഫില്ല്, ഗ്രാവിറ്റി ആൻഡ് ആർച്ച്. ഇതിൽ നോൺ റിജിഡ് ആയിട്ടുള്ളത് ഏതാ? റോക്ക് ഫിൽ ഡാം ആണ് നോൺ റിജിഡ് ആയിട്ടുള്ളത്. 58. Which element of hydroelectric power plant reduce the water hammer pressure formed in the penstock? Penstockലെ സേഫ്റ്റി വാൽവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. സർച്ച് ടാങ്ക് ആണ് നമ്മൾ പെൻസ്റ്റോക്കിന്റെ അവിടെ വരുന്ന വാട്ടർ ഹാമർ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ. 59. What is the first watering before sowing the crop? Before sowing the crop ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം. പാലിയോ കോർ വാട്ടറിംഗ് തമ്മിൽ വ്യത്യാസം വരുന്നത്. കോർ വാട്ടറിംഗ് ആഫ്റ്റർ ഫ്യൂ സെന്റിമീറ്റർ, ഗ്രോൺ ആഫ്റ്റർ ഫ്യൂ സെന്റിമീറ്റർ, കുറച്ച് സെന്റിമീറ്റർ വളർന്ന് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന വാട്ടറിംഗ് ആണ് നമ്മൾ കോർ വാട്ടറിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താ, ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോയിങ് ദ ക്രോപ്പ് ആണ്, പാലിയോ ആണ് ആൻസർ. ഇനി 60. Where did the surplus water in the weir is allowed to flow? Weir ആണ് കേട്ടോ ചോദ്യം. ഗേറ്റ്, ക്രെസ്റ്റ്, സ്പിൽവേ, ഓപ്പണിംഗ്. കുറെ പേരെങ്കിലും സ്പിൽവേ തോന്നിയിട്ടുണ്ടാവാം, പക്ഷെ നമ്മുടെ വിയർ അല്ലേ ചോദ്യം. വിയർ എന്ന് പറയുമ്പോൾ അതിന്റെ ക്രസ്റ്റിന്റെ മുകളിൽ കൂടിയാണ് വെള്ളം പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ക്രസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ക്രസ്റ്റ് ആണ്. ഇനി 61. Which cross drainage work is constructed to carry canal over drainage? നമ്മൾ COD, canal over drainage, രണ്ടാൾക്കാരാണ് പഠിക്കുന്നത്. ഏതാ? അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും. അപ്പൊ ഇവിടെ അക്യുഡക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 62. Which irrigation method water is supplied to lower the level by action of gravity? Action of gravity വഴി ഇറിഗേഷൻ ചെയ്യുന്ന ഏതാണെന്നാണ് ചോദ്യം. ഫ്ലോ ഇറിഗേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ, ഫ്ലോ ഇറിഗേഷൻ. ഇനിയുള്ള 63 തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മെക്കാനിക്കൽ പോർഷൻ ആണ്. അത് നമ്മുടെ മെക്കാനിക്കൽ സ്റ്റാഫ് ആയിട്ട് സാറ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ ഇതുവരെ സിവിലിന്റെ ടോപ്പിക്സ് ടീച്ചർ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ മെക്കാനിക്കലിന്റെ ടോപ്പിക്സ് ക്വസ്റ്റ്യൻ നമ്പർ 63-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട്. ഓക്കെ, ഫസ്റ്റ് സെറ്റിലെ എ ക്വസ്റ്റ്യൻ പേപ്പറിലെ 63-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 63-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മെക്കാനിക്കലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോസസ് ഓഫ് അൺഫോൾഡിങ് ആൾ ദി സർഫസസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ പ്ലെയിൻ ഈസ് കാൾഡ്. ദ പ്രോസസ് ഓഫ് അൺഫോൾഡിങ്. ഓക്കെ, നമ്മളത് പഠിച്ചതാണ്. എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ആണ്. അൺഫോൾഡ് ചെയ്ത സർഫസിനെ പറയുന്ന പേര് എന്തായിരുന്നു? പാറ്റേൺ എന്നായിരുന്നു. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് പ്രോസസ് ഓഫ് അൺഫോൾഡിങ് ആൾ ദ സർഫസസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഡെവലപ്മെന്റ് ഓഫ് സർഫസസ്. അടുത്ത ക്വസ്റ്റ്യൻ, 64-ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡെവലപ്മെന്റ് ഓഫ് എ പിരമിഡ് ഓർ കോൺ ഈസ് ഫോംഡ് ബൈ. ഓപ്ഷൻ എ പാരലൽ ലൈൻ ഡെവലപ്മെന്റ് മെത്തേഡ്, ഓപ്ഷൻ ബി അപ്രോക്സിമേറ്റ് ഡെവലപ്മെന്റ് മെത്തേഡ്, ഓപ്ഷൻ സി റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ് മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി ട്രയാങ്കുലേഷൻ ഡെവലപ്മെന്റ് മെത്തേഡ്. ഓക്കെ, പിരമിഡ് ഓർ കോൺ അപ്പൊ നമ്മൾ പഠിച്ചാണ് എന്താണ്? റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ് മെത്തേഡ്. ഓപ്ഷൻ സി റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ് മെത്തേഡ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത 65-ാമത്തെ ക്വസ്റ്റ്യൻ. Which refers to the line that occur when geometric surfaces such as planes, cylinders, cones, etc. Okay.
which refers to the lines എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ് ഓപ്ഷൻ സി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. ഓപ്ഷൻ സി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. 66ാമത്തെ ക്വസ്റ്റ്യൻ എ സിലിണ്ടർ ഹാവ് ലാറ്ററൽ സർഫസസ് കർവ്ഡ്. ലാറ്ററൽ സർഫസ് കർവ്ഡ് ആണ്. ഓക്കെ, ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ദം വിൽ ബി. ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ will be option A curved, option B straightened, option C angle, option D helix. Correct answer option A curved ആണ്. Okay, 67ാമത്തെ ക്വസ്റ്റ്യൻ radial line development has folded lines coming from a point which is known as. Okay, നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് റേഡിയൽ ലൈൻ മെത്തേഡിൽ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് പറയുന്ന പേരെന്താണ്? ഈസ് ഓപ്ഷൻ സി അപ്പെക്സ്. ഓപ്ഷൻ സി അപ്പെക്സ്. 68ാമത്തെ ക്വസ്റ്റ്യൻ which is the other name of pitch diameter. Other name of pitch diameter. Option A outer diameter, option B minor diameter, option C major diameter and option D effective diameter. നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് എഫക്റ്റീവ് ഡയമീറ്റർ? ഓപ്ഷൻ ഡി എഫക്റ്റീവ് ഡയമീറ്റർ ആണ് കറക്റ്റ് ആയ ആൻസർ. 69ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ത്രെഡ് ആംഗിൾസ്. ത്രെഡ് ആംഗിൾസിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ത്രെഡ് ആംഗിൾസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞാലേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ആക്മി ത്രെഡ് ഈസ് 29 ഡിഗ്രി. കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ആക്മി ത്രെഡ് 29 ഡിഗ്രി ആണ്. അടുത്ത ഓപ്ഷൻ എന്താണ്? അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് മെട്രിക് ത്രെഡ് ഈസ് 60 ഡിഗ്രി. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് മെട്രിക് ത്രെഡ് ഈസ് 60 ഡിഗ്രി. അതും കറക്റ്റ് ആണ്. അടുത്ത എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെന്റ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ബി എ ത്രെഡ് ഈസ് 28 ഡിഗ്രി. അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ബി എ ത്രെഡ് 28 ഡിഗ്രി അല്ല. ഓക്കെ, നാലാമത്തെ എന്താണ്? ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ബി എസ് എഫ് ത്രെഡ് ഈസ് 55 ഡിഗ്രി. അതും കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം 4ഉം കറക്റ്റ് ആണ്. നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും 1 എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ എങ്ങും തന്നെ തന്നിട്ടില്ല. അപ്പൊ പിന്നെ രണ്ടാമതുള്ളത് എന്താണ്? 2ഉം 4ഉം ആണ്. അപ്പൊ 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി 2 and 4. ഓക്കെ, 69ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി 2 and 4. ഓക്കെ, 70ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് നെറ്റ് ഹാവ് എ സ്ലോട്ട് ഈസ് കട്ട് ഹാഫ് വേ അക്രോസ് ദ നെറ്റ്. ഹാഫ് വേ അക്രോസ് ദ നെറ്റ് സ്ലോട്ട് ഉള്ളത് ഏതാണ്? ഓപ്ഷൻ എ ഗ്രൂവ്ഡ് നെറ്റ്, ഓപ്ഷൻ ബി സ്ലോട്ടഡ് നെറ്റ്, ഓപ്ഷൻ സി കാസിൽ നെറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സോൺ നെറ്റ്. ഓക്കെ, ഓപ്ഷൻ എ ഗ്രൂവ്ഡ് നെറ്റ്. ഓപ്ഷൻ എ ഗ്രൂവ്ഡ് നെറ്റ്. 71ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വെൽഡ് സിമ്പിൾ ദ ആരോ ലൈൻ ഷുഡ് പോയിന്റ് ടുവേർഡ്സ് ദ പ്ലേറ്റ് which is prepared. Okay, എന്താണ്? ആരോ ലൈൻ ഷുഡ് പോയിന്റ് ടുവേർഡ്സ് ദ പ്ലേറ്റ് which is prepared എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജെ ബട്ട് വെൽഡ് ആണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ, നമുക്ക് പ്രൊഫഷണൽ ആൻസർക്ക് വരുമ്പോൾ നോക്കാം. ഓക്കെ, 72ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ വെൽഡിംഗ് ജോയിന്റ്സ്. ഓക്കെ, ലാബ് ജോയിന്റ് തന്നിട്ടുണ്ട്, ടി ജോയിന്റ് തന്നിട്ടുണ്ട്, എഡ്ജ് ജോയിന്റ് തന്നിട്ടുണ്ട്, ബട്ട് ജോയിന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ലാബ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓവർലാപ്പ് ചെയ്യുന്ന ജോയിന്റ്സ് അല്ലെ. ഇറ്റ് ഈസ് എ ജോയിന്റ് ബിറ്റ്വീൻ ഓവർലാപ്പിംഗ് മെമ്പേഴ്സ്. അപ്പോൾ 1ന്റെ ഓപ്ഷൻ എന്താണ്? ബി ആണ്. ദ ലാബ് ജോയിനിങ് ബിറ്റ്വീൻ ഓവർലാപ്പിംഗ് മെമ്പേഴ്സ്. രണ്ടാമത്തെ എന്താണ്? ടി ജോയിന്റ്. ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് എ ജോയിന്റ് ലൊക്കേറ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. ജോയിന്റ് ലൊക്കേറ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. ഇനി എഡ്ജ് ആണെങ്കിലോ? എഡ്ജ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ജോയിന്റ് ബിറ്റ്വീൻ ദ എഡ്ജസ് ഓഫ് പാരലൽ മെമ്പേഴ്സ്. രണ്ട് പാരലൽ മെമ്പേഴ്സിന് ഇടയിലുള്ള അല്ലെങ്കിൽ അത് തമ്മിൽ ഫോം ചെയ്യുന്ന ജോയിന്റ് എന്താണ്? എഡ്ജ് ജോയിന്റ് ആണ്. ഇനി ബട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ജോയിന്റ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ലൈയിങ് ഓൺ സെയിം പ്ലെയിൻ. ഓക്കെ, ദിസ് ഇസ് എ ജോയിന്റ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ലൈയിങ് ഓൺ ദി സെയിം പ്ലെയിൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ലാബ് ജോയിന്റിന്റെ അറിയാം എന്താണ്? ഓപ്ഷൻ ബി ആണെന്ന് അറിയാം. ബട്ട് ജോയിന്റിന്റെ എന്താണ്? ഡി എന്ന് അറിയാം. പിന്നെ ബിയും സി ആണ്, എയും സി ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ടി ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്നതും. എഡ്ജ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ മെമ്പേഴ്സും ആണ്. സോ 72 ഓപ്ഷൻ സി. ഓക്കെ, 73ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്. ത്രെഡഡ് ഫാസ്റ്റനേഴ്സിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? മെഷീൻ സ്ക്രൂസ് ആർ യൂസ്ഡ് വെയർ എ ക്ലോസ് ടോളറൻസ് അസംബ്ലി ഈസ് നോട്ട് റിക്വയർഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മെഷീൻ ബോർഡ്സ് ആർ യൂസ്ഡ് ഫോർ ജനറൽ അസംബ്ലി വർക്ക്സ്. ജനറൽ അസംബ്ലി വർക്ക്സിന് മെഷീൻ ബോർഡ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ എന്താണ്?
Cap screws are used when assembly requires more precision. More precision വേണ്ടടുത്ത് cap screw യൂസ് ചെയ്യും. അത് നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത എന്താണ്? Set screws are used to prevent pulleys from slipping on shaft. Set screws യൂസ് ചെയ്യും പുള്ളീസിനെ സ്ലിപ്പിംഗ് പ്രിവെന്റ് ചെയ്യാൻ. അതും കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 and 4. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 3 and 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി. ഓക്കെ, 74ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബോർഡ്സ് യൂസ്ഡ് ഫോർ ഹോൾഡ് ഡൗൺ ലാർജ് മെഷീൻസ്? ലാർജ് മെഷീൻസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബോർഡ് ഏതാണ്? ഇറ്റ് ഈസ് ലോങ് കോട്ടർ ബോർഡ്. ഇറ്റ് ഈസ് ലോങ് കോട്ടർ ബോർഡ്. 75ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് വാഷർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോക്കിംഗ് ദ നട്ട്സ് വിച്ച് ആർ ലൊക്കേറ്റഡ് നിയർ ആൻ എഡ്ജ് ഓർ കോർണർ? എഡ്ജിന്റെ കോർണറിന്റെ അടുത്ത് ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാഷർ ഏതാണ്? ഓപ്ഷൻ എ ലോക്ക് വാഷർ, ഓപ്ഷൻ ബി ടാപ്പ് വാഷർ, ഓപ്ഷൻ സി സ്പ്രിംഗ് വാഷർ, ഓപ്ഷൻ ഡി പ്ലെയിൻ വാഷർ. ഓക്കെ, നമുക്ക് സിയും ഡിയും അല്ല എന്ന് എന്തായാലും അറിയാം. പിന്നെ ഉള്ള കൺഫ്യൂഷൻ വരെ എന്താണ്, എ ആണോ ബി ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടാപ്പ് വാഷർ. 76ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ pipe fitting which connector or pipe fitting part helps the pipeline to branch off 90 degree 90 ഡിഗ്രിയിൽ. ഓക്കെ, and change in diameter is required. ഡയമീറ്ററും ചേഞ്ച് ചെയ്യണം, 90 ഡിഗ്രി എന്ത് ചെയ്യണം, ഡയറക്ഷൻ ചേഞ്ച് വേണം. അപ്പൊ എന്താണത്? ഡയമീറ്റർ ചേഞ്ച് ചെയ്യണം. അപ്പൊ എന്താ? റെഡ്യൂസ് ചെയ്യണം. സോ റെഡ്യൂസിങ് ടി ബ്രാഞ്ച്. ഓപ്ഷൻ ഡി റെഡ്യൂസിങ് ടി ബ്രാഞ്ച്. 77ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റഡ് ഇൻ കേസ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ് യൂണിയൻ? പൈപ്പ് ഫിറ്റിംഗ് യൂണിയനിൽ ഇത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? It has an exterior pipe thread end and a projecting head for fitting in the socket. രണ്ടാമത്തെ എന്താണ്? It enables repair or replacement of the pipeline system without disturbing the other parts of the system. അത് കറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ എന്താണ്? It is inserted in a pipeline to permit its connections with little change to the position of pipe. ഓക്കെ, അതും കറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Then അടുത്തെന്താണ്? It is used to connect two fittings within a short distance. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്താണ് അപ്പോൾ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. ബിയും സിയും വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ വിവരിച്ചു പോവാം. പ്രൊഫഷണൽക്ക് വരുമ്പോൾ നമുക്ക് അതൊന്നും കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, 78ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് റിവെറ്റ് ദി അപ്പർ പോർഷൻ ഓഫ് ദ റിവെറ്റ് ഹെഡ് ഈസ് ഫ്ലാറ്റ് ആൻഡ് taper? It is used for heavy engineering works. Heavy engineering works നെ യൂസ് ചെയ്യുന്ന റിവെറ്റ് ഹെഡ് ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് പാൻ ഹെഡ്. ഹെവി എഞ്ചിനീയറിംഗ് വർക്ക്സിനെ യൂസ് ചെയ്യുന്നത് പാൻ ഹെഡ് ആണ്. ഓക്കെ, 79ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ റിവെറ്റഡ് ജോയിന്റ്. ഇത് തന്നിരിക്കുന്ന ഏത് ടൈപ്പ് റിവെറ്റഡ് ജോയിന്റ് ആണ്? ഓപ്ഷൻ എ സിംഗിൾ റിവെറ്റഡ് ലാബ് ജോയിന്റ്, ഓപ്ഷൻ ബി സിംഗിൾ റിവെറ്റഡ് സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്, ഓപ്ഷൻ സി റിവെറ്റഡ് ലാബ് ജോയിന്റ് ആൻഡ് ഓപ്ഷൻ ഡി റിവെറ്റഡ് ബട്ട് ജോയിന്റ്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, ഇതൊരു ലാബ് ജോയിന്റ് അല്ല. പിന്നെ ഉള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബട്ട് ജോയിന്റ് സിംഗിൾ ആണോ ഡബിൾ ആണോ? സിംഗിൾ റിവെറ്റഡ് സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് ആണോ അല്ലെങ്കിൽ ഡബിൾ റിവെറ്റഡ് ബട്ട് ജോയിന്റ് ആണോ? നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, ഡബിൾ റിവെറ്റഡ് ബട്ട് ജോയിന്റ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, 80ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് corrected in the case of spacing of riveted process in riveted joint? എന്താണ് അതിന്റെ സ്പേസിംഗിന്റെ സ്റ്റേറ്റ്മെന്റ്? The space or distance from the edge of the metal to the center of any rivet should be at least 2D. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? The space or distance from the edge of the metal to the center of any rivet should be at least 2.5D. നമ്മൾ പഠിച്ചാണ് സ്പേസിംഗ് എന്തായിരിക്കണം? മിനിമം 2.5D ആയിരിക്കണം. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. The minimum distance between riveted should be 2 times the diameter of the rivet. Minimum distance equal to 2D എന്നുള്ളത് നമ്മൾ എന്താണ് പഠിച്ച കാര്യമാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. The minimum distance between rivet should be 3 times. ഓക്കെ, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എന്തൊക്കെയാണ്? 2ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി 2 and 3. 81ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റഡ് ഇൻ ദ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ബെൽറ്റ് ടെൻഷൻ? ഓക്കെ, option A, when the distance between statement 1, when the distance between two pulleys is fixed.
the tension of a belt is adjusted by the adjustment screw. കറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, when the distance between two pulleys is not fixed, the tension of the belt is adjusted using an idler. Okay, അതും കറക്റ്റ് ആയിട്ടാണ്. അടുത്തത് എന്താണ്? when the distance between two pulleys is fixed, the tension of belt is adjusted by using an idler. അത് റോങ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിക്സഡ് ആയിരിക്കുന്ന സമയത്ത് ഐഡ്ലർ യൂസ് ചെയ്യില്ല. ഓക്കെ, അടുത്ത എന്താണ്? ഇതിന്റെ തന്നെ എന്താണ് അർത്ഥം തന്നെ? when the distance between two pulleys is not fixed, the tension of the belt is adjusted by adjusting screw. അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 1 ഉം 2. സോ ഓപ്ഷൻ എ. ഓക്കെ, അടുത്തത് നോക്കാം. 82ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദി ബെൽ ഫാസ്റ്റനർ ടൈപ്പ്. ഓക്കെ, ഓപ്ഷൻ എ അലിഗേറ്റർ, ബി ക്രീപ്പ്, സി ജാക്സൺ, ഡി ലെഗ്രിൽ. ഓക്കെ, ഓപ്ഷൻ എ അലിഗേറ്റർ ടൈപ്പ് ഫാസ്റ്റനർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 83ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് ദ ബെൽറ്റ് ടേൺസ് on a pulley, it tends to stretch on the contract area of the dividing pulley and shorten on the driven pulley. This localized movement of the belt is a direct result of the elastic stretch and is known as, okay, the localized movement of belt is a direct result in elastic stretch എന്തായിരുന്നു? that is creep of the belt. okay, elastic movement എന്താണ്? creep of the belt ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ, among them what are the advantages of a chain drive power transmission? സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് എ ചെയിൻ ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ചെയിൻ ആൻഡ് ദ ഡ്രൈവ് സ്പ്രോക്കറ്റ് ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് സ്ലിപ്സ്. ഓക്കെ, രണ്ടാമത്തേത്, ദ പോസിറ്റീവ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ചെയിൻ ആൻഡ് ദ ഡ്രൈവ് സ്പ്രോക്കറ്റ് എലിമിനേറ്റ്സ് ദി പോസിബിലിറ്റി ഓഫ് സ്ലിപ്പ്. ഓക്കെ, അത് കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, chain drive can be used only where the distance between the driving and driven shaft is shorter. നാലാമത്തെ, chain drive can be used where there is large distance between the driving chain and driven shaft. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 2ഉം 4ഉം. ഓക്കെ, സോ ഓപ്ഷൻ ബി. 85ാമത്തെ ക്വസ്റ്റ്യൻ, which gear tooth are cut parallel to the axis of rotation? ആക്സിസിന് പാരലൽ ആയിട്ട് ഗിയർ ടൂത്ത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ മീറ്റർ ഗിയർ, ഓപ്ഷൻ ബി ബിവൽ ഗിയർ, സി സ്പർ ഗിയർ ആൻഡ് ഹെലിക്കൽ ഗിയർ. ഓക്കെ, പാരലൽ ആയിട്ട് വരുന്ന ഏതാണ്? സ്പർ ഗിയർ, ഓപ്ഷൻ സി. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സ്പർ ഗിയർ radial distance between the pitch circle and the root circle is denoted by letter HF is known as base circle, addendum, working depth, dedendum. എന്താണ്? റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിച്ച് സർക്കിൾ ആൻഡ് റൂട്ട് സർക്കിൾ. ഓക്കെ, പിച്ചും റൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എന്താണത്? ഓപ്ഷൻ ഡി ഡിഡൻഡം ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, 87ാമത്തെ ക്വസ്റ്റ്യൻ, ദ നെയിം ഓഫ് ദിസ് ഗിയർ ഈസ്, ഫിഗർ കാണിച്ചിരിക്കുന്ന എന്ത് ടൈപ്പ് ഗിയർ ആണ് എന്നുള്ളതാണ് 87ാമത്തെ ക്വസ്റ്റ്യൻ വന്നത്. എന്താണ്? ഓപ്ഷൻ എ വോം ആൻഡ് ഷാഫ്റ്റ് ഗിയർ, ഓപ്ഷൻ ബി ഹൈപ്പോഡ് ഗിയർ, then ഓപ്ഷൻ സി മീറ്റർ ഗിയർ, ഓപ്ഷൻ ഡി ഹെറിംഗ് ബോൺ ഗിയർ. ഓക്കെ, എന്താണ്? വോമും ഷാഫ്റ്റും ഉണ്ട്. ഒരു ഷാഫ്റ്റും ഉണ്ട്, ഒരു വോമും ഉണ്ട്. ഓപ്ഷൻ എ വോം ആൻഡ് ഷാഫ്റ്റ് ഗിയർ. 88ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഹൈഡ്രോളിക്സ് പാസ്കൽസ് ലോ സ്റ്റേറ്റ് ദാറ്റ്. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? ഓപ്ഷൻ സി പ്രഷർ അപ്ലൈഡ് ടു എ കൺഫൈൻഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. ഓക്കെ, നമ്മൾ പാസ്കൽസ് ലോ പഠിച്ചതാണ്. എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താണ്? പ്രഷർ അപ്ലൈഡ് ടു എ കൺഫൈൻഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. 89ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഹൈഡ്രോളിക് പമ്പ് suitable for very heavy high pressure? വെരി ഹെവി ഹൈ പ്രഷറിന് യൂസ് ചെയ്യുന്ന പമ്പ് ഏതാണ്? വെയിൻ പമ്പാണോ, ഗിയർ പമ്പാണോ, ആക്സിയൽ പിസ്റ്റൺ പമ്പാണോ, നൺ ഓഫ് ദീസ് ആണോ? ഓപ്ഷൻ ബി ആക്സിയൽ പിസ്റ്റൺ പമ്പ്. 90ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഹൈഡ്രോളിക് അക്യുമുലേറ്റർ ഈസ്. ഹൈഡ്രോളിക് അക്യുമുലേറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ടു കൺട്രോൾ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനാണോ? ഓപ്ഷൻ ബി ടു ഇൻക്രീസ് പ്രഷർ ഇൻ ദ സിസ്റ്റം, ഓപ്ഷൻ സി ടു അബ്സോർബ് ഷോക്സ് ആൻഡ് സ്റ്റോർ എനർജി, ഓപ്ഷൻ ഡി ടു റെഡ്യൂസ് ലീക്കേജ്. കറക്റ്റായിട്ട് അബ്സർവ് എന്താണ്? ഓപ്ഷൻ സി ടു അബ്സോർബ് ഷോക്ക് ആൻഡ് സ്റ്റോർ എനർജി എന്നുള്ളതാണ്. ഓക്കെ, 91ാമത്തെ ക്വസ്റ്റ്യൻ, എ ന്യൂമാറ്റിക് സർക്യൂട്ട് യൂസസ് എ കാസ്കേഡ് മെത്തേഡ് ഫോർ
sequencing multiple cylinders. What is the primary function of the cascade method in a pneumatic control? Option A, to control flow rate independent of pressure variations, to reduce air consumption by recycling exhaust air, to provide pressure amplification in the system. Option D, to ensure correct sequence of cylinder operations without overlap. Option A, to control flow rate independent of pressure variations. 92ാമത്തെ question. In a pneumatic system, a quick exhaust valve is installed near a double acting cylinder. What is the main reason for its placement close to the actuator rather than at the control valve? Option A, to allow faster retraction or expansion by exhausting air directly to the atmosphere. Option B, to increase air pressure in the cylinder. Option C, to reduce the load on the compressor. Option D, to prevent leakage in the cylinder. Option A, to allow faster retraction or expansion of the exhausting air directly to the atmosphere. 93ാമത്തെ question. If a shaft of size 50, shaft size 50 എന്ന് പറയുന്നത് has a limit size 50 to 49.95. What is the tolerance? Okay, അപ്പോൾ maximum size എത്രയാണ് 50 ആണ്, minimum size ഇവിടെ വന്നിരിക്കുന്നത് limit size പറഞ്ഞിരിക്കുന്നത് എത്രയാണ് 49.95. So 50 minus 49.95 എത്ര കിട്ടും? Option C, 0.05 mm. 94ാമത്തെ question. It is a difference between the maximum limit of a size and minimum limit of size. Difference between maximum and minimum limit ആണ് ചോദിച്ചിരിക്കുന്നത്. It is always positive ആണ്, and is expressed only as number without a sign. What is it? It is tolerance. Option B, tolerance. 95ാമത്തെ question. Which of the following is not a disadvantage of mass production? Not a disadvantage എന്ന് ചോദിച്ചാൽ അതായത് എന്താണ്? അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചത് അല്ലേ? എന്താണ്? A, special purpose machines are necessary. അതൊരു അഡ്വാൻറ്റേജ് ആണോ? അല്ല. The cost of piece is reduced. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അടുത്ത എന്താണ്? Jigs and fixtures are needed. അതൊരു അഡ്വാൻറ്റേജ് ആണോ? അല്ല. ഓപ്ഷൻ ഡി എന്താണ്? Initial expenditure will be very high. അതും ഡിസഡ്വാൻറ്റേജ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, the cost of piece is reduced, not a disadvantage. ഓക്കെ, 96ാമത്തെ question. ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? DIN is a system of limits and fits followed by which country? DIN ഏതാണ്? ഓപ്ഷൻ എ, ജർമ്മനി. 97ാമത്തെ question. Which bearing can take both radial and axial load? റേഡിയൽ ലോഡും ആക്സിയൽ ലോഡും ടേക്ക് ചെയ്യാൻ പറ്റുന്ന ബിയറിംഗ് ഏതാണ്? ഓപ്ഷൻ സി, ഡീപ് ഗ്രൂവ് ബോൾ ബിയറിംഗ്. ഓപ്ഷൻ ഡി, ഡീപ് ഗ്രൂവ് ബോൾ ബിയറിംഗ്. 98ാമത്തെ question. Which bearing is generally used to take axial load only? ആക്സിയൽ ലോഡ് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആക്സിയൽ ലോഡ് മാത്രം എടുക്കാൻ പറ്റുന്ന ബിയറിംഗ് ഏതാണ്? ഓപ്ഷൻ ബി, ട്രസ്റ്റ് ബിയറിംഗ്. ഓപ്ഷൻ ബി, ട്രസ്റ്റ് ബിയറിംഗ്. 99ാമത്തെ question. Which bearing is also called anti friction bearing? കോമൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ് ഉണ്ട്, ബോൾ ആൻഡ് റോളർ ബിയറിംഗ് ഉണ്ട്, ദെൻ സ്ലീവ് ബിയറിംഗ് ഉണ്ട്, ജേണൽ ബിയറിംഗ് ഉണ്ട്. ഓക്കെ, അതാണ് ഓപ്ഷൻ ബി, ബോൾ ആൻഡ് roller bearing, anti-friction bearing. 100ാമത്തെ question. In a sliding contact bearing, the coefficient of friction is given by. Okay, ഏതാണ്? ഓപ്ഷൻ എ, ടോവേഴ്സ് ഇക്വേഷൻ. ഓപ്ഷൻ ബി, റെയ്നോൾഡ്സ് ഇക്വേഷൻ. ഓപ്ഷൻ സി, ഓയിലേഴ്സ് ഇക്വേഷൻ. ഓപ്ഷൻ ഡി, പെട്രോഫ് ഇക്വേഷൻ. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, പെട്രോഫ് ഇക്വേഷൻ ആണ്. ഇത്രയുമാണ് നമ്മുടെ മെക്കാനിക്കൽ പാർട്ടിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമുക്കിനി പ്രൊഫഷണൽക്ക് വരുമ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. Okay, thank you.